പ്രിയരെ എല്ലാവർക്കും നമസ്കാരം. അകലക്കുന്നം പഞ്ചായത്ത് പള്ളിക്കത്തോട് വില്ലേജിലാണ് നിൽക്കുന്നത്. ഇത് ദുരിയാൻ്റെ ഒരു മരമാണ്. ഈ മരത്തിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ അറിയാനും വളരെയധികം സ്വാദിഷ്ടമായ ഒരു ദുരിയാൻ മരമാണെന്ന് അറിഞ്ഞ് ഇതിൻ്റെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനും, ഇപ്പം ദുരിയാൻ്റെ കാലഘട്ടമാണല്ലോ, ഈ പഴത്തിൻ്റെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനും ഈ മരത്തെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ടാണ് ഇവിടെ വന്നത്. നമ്മുടെ അപ്പം ടോം ചേട്ടനുണ്ട്. ടോം ചേട്ടന് ഒരു കർഷകന്, തികഞ്ഞൊരു കർഷകനാണ്. അതുകൂടാതെ ടോം ചേട്ടന് നേഴ്സറി നടത്തുന്നുണ്ട്. നമുക്ക് ടോം ചേട്ടനോട് ഈ ദുരിയാൻ്റെ വിശേഷങ്ങളെല്ലാം നമുക്ക് ചോദിച്ചറിയാം. ഇവിടെ ദുരിയാൻ ഇവിടെ ചാടി ഇത് പഴുത്ത് കിടപ്പുണ്ട്. ഇങ്ങനെ ഇത് പഴമാണല്ലേ? ഇതിപ്പോ അധികം നേരം അതിൽ ചാടിയിട്ടില്ല. അതെ, 10 മിനിറ്റ് ആയി ചാടിയിട്ടില്ലേ? അതുപോലെ ചാടി കിടപ്പുണ്ട്. ആ മൂട് പൊട്ടിയിരിക്കുന്നതാണ്. പൊട്ടി അതിന് ഇല എടുത്ത് കഴിഞ്ഞാൽ മൂട് പൊട്ടിക്കാണും. പൊട്ടിയോ? അതിൻ്റെ പാകം പറയാൻ ആയത് വേറെ ഇരിപ്പുണ്ടാവും. ഒക്കെ അപ്പുറം പറയാം. മൂന്നെണ്ണം മതി. മഴ എടുത്തിട്ടുണ്ട്. അല്ല, മഴ കാരണമല്ല, അത് വിളഞ്ഞത് പഠിച്ചു കിടക്കുന്നുണ്ടോ? അത് മഴ കണ്ടുണ്ടോ? പഠിച്ചു കിടക്കുന്നുണ്ടോ? ഇതിൻ്റെ പ്രത്യേകത ഒരു ഞെടുപ്പേലേ 2-3 ഉണ്ടാകുന്നുണ്ട്. ഒരു ഞെടുപ്പേലേ ഉണ്ടോ? ഇവിടെ ഉണ്ടോ? ഒരു ഞെടുപ്പ 2-3 ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ കൂടുതൽ കാവുണ്ടാവും. 8 വയസ്സ് പ്രായം. 8 വയസ്സ്. ഇത് ചേട്ടൻ തൈയായിട്ടാണ് നട്ടത്? ഞാൻ നട്ടത് ശ്രീലങ്ക പോയായിരുന്നു. ശ്രീലങ്ക പോയപ്പോൾ ശ്രീലങ്ക വെച്ച വൈഫൈയില്ല. ഇന്ന് ഞാൻ പഴം കഴിച്ചു. പഴം കഴിച്ചാൽ വിത്ത് ഞാൻ പോക്കറ്റിലിട്ട് കൊണ്ടുവന്നാ. അത് ഇവിടുത്തെ കേരളക്കാർക്ക് വേണ്ടി ഈ സാധനം ഇവിടെ ഇട്ട് കായ്ച്ച് യാർക്കായിട്ട് 5-ാം കൊല്ലം കായ്ച്ചു. 5, 6, 7 8. ഇപ്പം 1-ാം കൊല്ലം 60, 2-ാം കൊല്ലം 100, പിന്നീട് കൊല്ലം 100, ഈ കൊല്ലം 100, അങ്ങനെ 3 കൊല്ലം അങ്ങനെ കായ്ച്ചു. എല്ലാ സീസണിലും ഇതുപോലെ തന്നെയാണോ കാണിക്കുന്നത്, അല്ലെങ്കിൽ കൂടും കുറയൊക്കെ ചെയ്യാറുണ്ടോ? ഈ കൊല്ലമാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായത്. കഴിഞ്ഞ കൊല്ലം 100 കായായിരുന്നു. അതിന് മുമ്പത്തെ കൊല്ലം 100 കായായിരുന്നു. അതിന് മുമ്പത്തെ കൊല്ലം 60 കായായിരുന്നു. അപ്പം ഇത് 4-ാമത്തെ കായത്. ഇത് എത്ര കാവര ഉണ്ടാവും കൂടി നന്നായിട്ട് കായ്ക്കുകയാണെങ്കിൽ? പറയാൻ പറ്റില്ല. പറയാൻ പറ്റത്തില്ല. പത്തനംതിട്ടയിൽ ഒരു മരത്തെ 2000 കാവര ഉണ്ടായതായിട്ട് ഒരു പുള്ളിക്കാരൻ എന്ന് പറയുന്നുണ്ട്. ഒരു മരത്തെ 2000 കാ. ഇതിപ്പം മരം ഇത്രയല്ലേ ആയുള്ളൂ. 10-22 ഇഞ്ച് വണ്ണമല്ലേ ഉള്ളൂ. ഈ മരം വണ്ണം വെച്ച് കഴിയുമ്പോൾ എന്തായാലും വണ്ണം വെക്കും പറയാൻ പറ്റില്ല. ഇവർ കമുവിൻ്റെ വണ്ണം കഴിഞ്ഞല്ലേ ഉള്ളൂ. അല്ല, ഒരു 25 പറഞ്ഞു. ഒരു 25 വരെ പറഞ്ഞു. 25 ഇഞ്ച് 27 ഇഞ്ച് വണ്ണം ഉണ്ട് അല്ലേ? എന്താ ഏട്ടാ വളപ്രയോഗങ്ങൾ ചെയ്യുന്നത്? യാതൊരു വളപ്രയോഗം ഒന്നും ചെയ്യാറില്ല. വളപ്രയോഗം ചെയ്ത് ഒരു മരം വളപ്രയോഗം ചെയ്യുന്നതാണ് ചെയ്യാത്താണ്. ഒരു മരം മോങ്തോങ് എന്ന് പറഞ്ഞ പേരുള്ള ഒരു മരം എൻ്റെ ഉണങ്ങി. ചേട്ടൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഉണങ്ങിപ്പോയാണ്ട് ഞാൻ ഇതിനെ ഒന്നും ചെയ്യുന്നില്ല. അതല്ലേ, ഞാൻ മഴക്കാലത്ത് ഇത് പൂവിടുന്ന കാലത്ത് വെള്ളം ഒഴിക്കുന്നുണ്ട്. സ്പ്രിംഗിൾ അത് വേണമെങ്കിൽ നിന്നെടുത്തു. സ്പ്രിംഗിൾ വെച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഞാൻ ഓസ് കയറ്റി മണ്ടയിലാവുണ്ട്. കാടി ഞാൻ വേനൽക്കാലത്താണ് വെള്ളം ഒഴിക്കുന്നത്. വേനൽക്കാലത്ത് പൂവിടുന്ന സമയത്ത് പൂവും. ഫെബ്രുവരി മാസം പൂവിടും. കാലത്ത് വെള്ളം ഒഴിച്ച് നല്ലതാണോ? അന്നേരമാണ് ഇത് കൂടുതൽ കാവടി. എനിക്ക് അതുകൊണ്ടാണ് കാവടിത്തം കൂടുതൽ. ഞാൻ 3 കൊല്ലമായിട്ട് വെള്ളം കൊടുക്കുന്നുണ്ട്. ഏറ്റവും തലക്കിലേക്കാണ് ഈ പൈപ്പ് പോയേക്കുന്നത്. അല്ല, ഇത് ടാങ്കിന്റെ പൊക്കം നോക്കി. ഇത് ഇവിടെ അതായതല്ലേ? കണ്ടില്ലേ? കണ്ടു. അല്ല, മരത്തിന് തടിയൊന്നും നനയ്ക്കുന്നില്ല. ഇല്ല, സ്പ്രിംഗ്ലർ രണ്ടാൾ പൊക്കത്തിൽ വെച്ച് സ്പ്രിംഗ്ലർ കൊടുത്തേക്കുവാ ചൂട് നനയാനായിട്ട്. ചൂട് വിത്ത് ആൾക്കുള്ള പൊക്കം. പക്ഷെ അതുകൊണ്ടാണ് തോന്നുന്നു. അതെല്ലേ, ഒരു 3 വെള്ളം ഒരു ഒഴിക്കും. ഒരു പഴത്തിന് എന്തേലും തൂക്കം അതല്ലേ? 1.5 കിലോയ്ക്ക് മുകളിൽ വരാറുണ്ടോ? ആദ്യം ഉണ്ടായിരുന്ന ഒരു മരം ചേട്ടനാ നശിച്ചു പോയിന്ന് പറഞ്ഞില്ലേ? 8 കിലോ ഉണ്ടായിരുന്നു അല്ലേ? അതിന്റെ തൈ എന്തെങ്കിലും ഉണ്ടോ കയ്യില്? നട്ടിട്ടുണ്ടോ? ഇല്ലല്ലേ? എനിക്കൊരു ബ്ലോക്ക് വന്നായിരുന്നു. ചെന്നിട്ട് ഞാൻ വിശ്രമത്തിലായതുകൊണ്ട് എനിക്ക് എൻ്റെ ഫുള്ള് പരിപാടി നടത്താൻ പറ്റിയില്ല. 2-ാമത്തെ പ്രാവശ്യം സംഗതി ആയി വന്നപ്പോൾ എനിക്ക് ഇതുകൊണ്ട് വന്നു. ബൈപ്പാസ് ചെയ്തു. അതുകൊണ്ട് ഇപ്പം ബൈപ്പാസ് ചെയ്ത് വിശ്രമത്തിരിക്കുക. ഇതിപ്പം പറമ്പിലോട്ട് വെക്കാനുള്ള തയ്യാറെടുപ്പ്. ചേട്ടൻ്റെ അഭിപ്രായത്തിൽ ഈ ബെഡ് തൈയാണോ ഗ്രാഫ്റ്റ് തൈയാണോ അല്ലെങ്കിൽ സീഡ് മുളയ്ക്കുന്നതാണോ ഏറ്റവും നല്ലത്? സീഡ് മുളയ്ക്കുന്നത് കേട്ടുണ്ട്. മാറ്റാലോ? ഇത് മാറ്റാം. ചോട്ടിൽ മാറ്റണോ? ഇത് പറയുന്നത് ഏടെന്ന് പറഞ്ഞ സാധനം. ഒരു പുഴുവിൻ്റെ അകത്തിരുന്ന് ഇങ്ങനെ ഇതുണ്ടോ? ഇത് ഒരു പുഴുവിൻ്റെ അകത്തിരുന്ന് രാവിലെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇങ്ങനെ ഒരു 50 പൈസ വട്ടത്തിൽ ഇതിനകത്ത് ഈ പുഴു ഇവിടുത്തെ വെള്ളം ചാടിക്കുന്നതാണ്. അപ്പോൾ ഇത് ഇതിനകത്ത് ഈ പാർട്ടി ഉണ്ടോ? നിങ്ങൾ കണ്ടോ? നിങ്ങൾ ഇതുകൂടെ ഉമ്മി പോലെ വീഴുന്ന എടുത്തത് ജീവിയുണ്ട്. അവനെ ഞാൻ കൊന്നു കളയണം. ആരെങ്കിലും കൊന്നു കഴിഞ്ഞാൽ മരം പോകും. ഈ മരം ഇത്ര പാകി നട്ടതല്ല. കൂടക്കകത്ത് ഞാൻ വിത്തിട്ട് അവിടെ നിന്ന് കൊണ്ടുവന്ന് വിത്തിട്ട് അങ്ങനെ വെച്ചാ.
ഓഹോ അന്ന് കൊണ്ടുവന്ന് വിത്തിട്ട് വെച്ച് രാവിലെ ചേട്ടാ അവിടെ നിന്ന് കായ്ച്ചാ. ഈ മരം കായ്ച്ചായിരുന്നോ? ഇല്ലില്ല, കായ്ച്ചില്ല. ഈ മരം അവിടെ നല്ല ശ്രീലങ്ക. അതല്ലേ? അപ്പൊ ഇതിന് കേടുണ്ട്, കേട് വരാതെ നമ്മൾ നോക്കണം. ഇതുണ്ടോ? ഇത് എവിടുന്ന് ചോറ്? ഇതല്ലേ ഇവിടുന്ന്? ഇത് തന്നെ? അല്ല അല്ല, ഇതുണ്ട് ചോറ്. ഇത് ഇവിടുന്ന് വേറെ ചോറ് എവിടുന്ന് ഇട്ടിട്ടുണ്ട്. അതല്ലേ? ഇതുണ്ടോ ചോറ് ഇട്ടിരിക്കുന്നുണ്ട്. അപ്പൊ കേടുണ്ടല്ലേ ഇതിന്? മരത്തിന് കേടുണ്ട്. നമ്മള് മരത്തിന് കേടുള്ളതുകൊണ്ട് ബഡിങ് ക്യാപ്സിറ്റി വെക്കാവുള്ളൂ. അതല്ലേ? ഒത്തിരി അതീവിക്കും. ഇതിന് വേറെ ആൺമരത്തിന്റെ ആവശ്യമില്ലല്ലേ പരാഗണം നടക്കണമെങ്കിൽ? അവിടെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് കഴിച്ചില്ലേ? മോങ്തോങ് എനിക്ക് മലേഷ്യയിൽ നിന്ന് കമ്പ് കൊണ്ടുവന്നു, അത് കഴിച്ചു. അതുകൊണ്ട് ഞാൻ പറയുന്നത് എനിക്ക് വിത്ത് മരങ്ങൾ വെക്കുന്നതാണ് താല്പര്യം. വിത്ത് മരത്തിൽ ബഡ് മരത്തിൽ ഇത്രയും കായ ഉണ്ടാകുന്നില്ല. ചേട്ടൻ അന്ന് കഴിച്ച അതേ ടേസ്റ്റ് തന്നെ, അതായത് 7 വർഷം മുമ്പ് കഴിച്ച അതേ ടേസ്റ്റ് തന്നെയാണ് ചേട്ടൻ ഇവിടെ ഈ ഫലവൃക്ഷം നട്ടു കഴിയുമ്പോൾ കിട്ടിയ ടേസ്റ്റ്? വ്യത്യാസമൊന്നുമില്ല, സ്മെല്ലും കാര്യങ്ങളെല്ലാം ഒരുപോലെ. വിത്ത് ഇടുകയാണെങ്കിൽ ഏറ്റവും വലിയ ഗുണം വെച്ചാൽ മരത്തെ എണ്ണം കൂടുതൽ പിടിക്കും. ബഡിങ് ക്യാപ്സിറ്റി ഇത്ര എണ്ണം പിടിക്കുന്നില്ല. അതാണ് ഇത് പഠിക്കുക പറയുന്നത്. വളർച്ചയുണ്ടല്ലോ ഇപ്പോൾ 8 കൊല്ലത്തിൻ്റെ രീതിയിൽ. ഇപ്പോൾ 27 ഇത്ര മണ്ണമായല്ലോ. 27 മണ്ണമുണ്ട്. വേറെ ചാണകപ്പൊടിയോ എല്ലുപൊടിയോ അങ്ങനെ ഇടാത്തതിൻ്റെ കാര്യം ഇട്ട ഒരു പോയെങ്കിലും ഒന്നും ഇട്ടിട്ടില്ല. ഞാൻ ആദ്യം ചെയ്ത പരിപാടി ശകലം ഈ മൂടി ഇങ്ങനെ പോയി അവിടുന്ന് മണ്ണെടുത്തിട്ട് ഇത് ചോട്ടോട്ട് ഇങ്ങനെ വെട്ടിക്കൂട്ടി. അല്ലാതെ ഒന്നും കാണിച്ചില്ല. നമ്മൾ ഇത്രയും പടുത് നിരത്തിയാക്കുന്നതിന്റെ ഉദ്ദേശം പല രീതിയിൽ ഈ കായ വീണ് പൊട്ടിപ്പോയിരിക്കാൻ വേണ്ടി ഇല വീണിട്ട് ഇപ്പോൾ ഇലയിലാണ് വീണത്. ഇത് ഒരു ഭംഗി പോകില്ല. ഇത് വൃത്തികേടല്ല ഇത് പിടിക്കാനേ. ഇപ്പോൾ ഒരു പഴം നമ്മൾ കൊടുത്താൽ എന്നാ വില കിട്ടും? ഒരു 500 രൂപ വരെ കിട്ടും. 500 വില കിട്ടും. ആവശ്യക്കാർ കോൺഗ്രോണൊക്കെ കൊടുക്കുന്ന കിലോ 25 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ആവശ്യക്കാർ വരാറുണ്ടോ? ആവശ്യക്കാർ ഞാൻ കൊടുക്കുന്നില്ല. ഞാൻ ആവശ്യക്കാർ വന്നാൽ ഫ്രീ ആയിട്ട് കഴിക്കാൻ കൊടുക്കും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കഴിക്കാം. കഴിച്ചിട്ട് പോകാം. എനിക്ക് പ്രായം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഞാൻ ഇതൊക്കെ പരീക്ഷണം നടത്താൻ വേണ്ടി വിത്ത് കൊടുത്ത് തൈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഉണ്ട്. ഇപ്പം എല്ലാം കാണിക്കാം. അതിലെല്ലാം ഫോട്ടോ എടുക്കാം. വിത്ത് കൊടുത്ത് ഞാൻ തൈ ഉണ്ടാക്കിയിട്ട് ഇതിപ്പോൾ വൃത്തിയായില്ല. ഇങ്ങനെ വില വീഴാതിരിക്കാൻ വേണ്ടിയാണ് ഈ പല നിരത്തിയിരിക്കുന്നത്. അപ്പം ഇതൊന്ന് പിടിച്ചേക്കും. ഒരു 1.5 കിലോ ഉണ്ട്. ഞെടുപ്പ് അടന്ന് ഇത് പടുത്ത് കഴിയുമ്പോൾ ഒരു കളർ വ്യത്യാസം വരുന്നുണ്ട്. മഞ്ഞ കളറേ. വേറെ സ്മെല്ല് വ്യത്യാസങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. പ്രത്യേകത കണ്ട ഇതുണ്ടോ? അതായത് ഈ ദുരിയാനെ കുറിച്ചുള്ള ഒത്തിരി കിംവദന്തികള് അതെല്ലാം ചുമ്മാ അറിവില്ലാത്തവർ പറഞ്ഞു വരുന്നത്. അതായത് ഇത് ബസ്സിലൊന്നും യാത്ര ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഈ പഴമായിട്ട് ബസ് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ബസ്സിൽ ഇറക്കി വിടുന്നൊക്കെ പറയുന്നുണ്ട്. അത് അറിവില്ലാത്തവർ ചക്കപ്പഴത്തിന് പല മണമില്ല. എന്ന് പറഞ്ഞാൽ ഇതിനിപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മണം അനുഭവപ്പെടും. നമുക്ക് ഇത് നല്ല സ്മെല്ല് തന്നെയാണ്. നല്ലൊരു ആഞ്ഞിലിക്ക വിളയുടെ ഒരു മണം തന്നെയാണ്. നിങ്ങൾ യൂട്യൂബിൽ നിങ്ങൾ കൊടുത്തു, അല്ലാതെ കാണാത്തൊന്നും കൊടുക്കണം. മരം കണ്ടു പൊള്ളയായിട്ടുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ പറയുന്നില്ല. പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമാണ്. ഒരു ബുദ്ധിമുട്ടോ അരോചകമോ ഒന്നും ഉള്ള രീതിയിലുള്ള സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും. കായ ഇപ്പം പടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു മഞ്ഞ കളർ കയറുന്നുണ്ടല്ലോ ഇതിന്. അപ്പോൾ ഞാൻ ഈ വിത്ത് ചെയ്യാണ് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നത്. ഈ അടുത്ത കൊല്ലം വിത്ത് ഇഷ്ടംപോലെ കൊടുക്കാറുണ്ട്. നമ്മൾ ഈ വിത്ത് സീഡ് മുളപ്പിച്ച് എത്ര നാൾ കഴിയുമ്പോൾ ചേട്ടൻ ആ തൈ കൊടുക്കുന്നത് ജനങ്ങൾക്കായിട്ട്? 1 കൊല്ലം കഴിയുമ്പോൾ. 1 കൊല്ലം കഴിയുമ്പോൾ എത്ര തട്ടാവും? കാണിക്കാം. അതെ അല്ലേ? എല്ലാം കാണാം. മഴ പോയല്ലോ, എല്ലാം കാണാം. ഇപ്പം ഇതിൻ്റെ മുകളിൽ എനിക്ക് തോന്നുന്നത് നമുക്ക് പഴുത്ത് നമുക്ക് ഒരു 10 പഴമെങ്കിലും കിടപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഇത് ഈ ചോട്ടി കിടപ്പുണ്ട്. ചോട്ടി കിടപ്പുണ്ട്. കുത്തി കഴിക്കണോ? കുത്തി ഞാൻ ഓർമ്മ ഒന്ന് കാണാലോ ചാടുന്നേ. അത് അതും ചാടിച്ചു. ഞാൻ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ചേട്ടാ ഈ മരത്തിന് ഈ കമ്പി കൊണ്ട് ഒരു ദുരിയാനെ കുത്തി പറിക്കാനായിട്ട് പോകട്ടോ പ്രിയരെ? തീർച്ചയായിട്ടും. അവിടെ വന്നാൽ മതി. തൊട്ടാൽ മതിയായിരിക്കും ഏട്ടാ. അത് പൊട്ടി കേട്ടോ. പാവ അങ്ങനെ ഇല വന്ന് കേടായി പോയിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് പഠിതാൻ. അതെല്ലേ? അതാണ് പരുവം. പാകമായ സാധനമാണ്. പൊട്ടിച്ചു കഴിച്ചു. അവിടെ കഴിച്ചു. ഞാൻ വൃത്തിയിലോട്ട് മാറുന്നത് കഴിച്ചു. എന്താണ് ഈ മരത്തിന്റെ ചുവട്ടിൽ ചാടിയതാ? നമുക്ക് എന്താണ് ഇതിന് ടേസ്റ്റോടെ നേരിട്ടങ്ങ് പറഞ്ഞേക്കാം. കഴിക്കാൻ തോന്നുന്നുണ്ടോ? നിങ്ങൾ അത് കഴിച്ചിട്ട് പൊട്ടിച്ച് വെക്കാം.
അങ്ങനെ അലിയായിട്ട് അലികളെ നമുക്ക് ഒരു പൂ പോലെ വെക്കാതെ കഴിച്ചോളൂ. ഇതിന് ഉതിരിയാപ്പഴം കഴിച്ചിട്ടുണ്ടോ? ഞാൻ കഴിച്ചിട്ടുണ്ട്. ആ അതാ പിന്നെ പ്രശ്നമുണ്ട്. ഇത് കഴിച്ചോളൂ. ഒരു 10 വിത്തെല്ലാം കാണും. സിജിയെ ടേസ്റ്റ് നോക്കൂല്ലേ? നോക്കട്ടെ. ശരിക്കും പറഞ്ഞാൽ പിച്ചാത്തിക്കാണ് എങ്ങോട്ട് പോരുന്നേ? അത് ഇനിയില്ല. ഇല്ലല്ലേ? ടാപ്പ് എന്തെങ്കിലും കൈ കഴുകാനായിട്ട് ടാപ്പ് നടത്തി കൈ കഴുകിട്ട് കേട്ടോ. അതുകൊണ്ട് ഇതുപോലെ തന്നെ പഴുത്തതല്ലേ ഈ ഇരിക്കണേ? അതെ ഇതും നമ്മളെ എല്ലാം പഴുത്താ. നമ്മളെ മൂട് പൊട്ടുന്നതാണ് അതിന്റെ പാകം എന്ന് പറയുന്നത്. മൂട് പൊട്ടുന്നതാണ് അതിന്റെ പാകം. നമ്മൾ എടുത്ത് പാകം എന്ന് പറയുന്നത്. താഴെ വീഴുമ്പോ അത് പിന്നെ ഇങ്ങനെ അല്ലല്ല അത് പഴുത്ത് അവിടെ കിടന്നാ പഴുത്ത് കിടക്കുന്നത്. പഴുത്ത് അവിടെ നമ്മള് ഇത് ഇത്ര ഇപ്പം ഞെടുപ്പോട്ടി കുറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ മാങ്ങ പഴുത്ത് വരുന്ന പോലെ മാങ്ങ പഴുത്ത് വരുന്ന പോലെ അങ്ങനെ വന്നോണ്ടത് അങ്ങനെ വന്നേ. നമ്മൾ ഞെടുപ്പ് പൊട്ടുന്ന അതിന് പാകം എന്ന് പറയുന്നത്. ഇല്ല പിന്നെ ആൾക്കാർക്ക് പഠിച്ചാൽ പഠിത്താണ് പഠിക്കാത്ത. ഇപ്പം ഞെടുപ്പ് പൊട്ടുകയാണെങ്കിൽ നല്ലപോലെ ഈ മൂടി ഇങ്ങനെ പൊട്ടിയാണെങ്കിലേ നല്ലപോലെ പാകമാണ്. ഇത് ഏറ്റവും കൂടുതൽ മലേഷ്യയിലല്ലേ ഇതിന്റെ കൃഷിയുള്ളത്? മലേഷ്യയിലുണ്ട്, ശ്രീലങ്കയിലുണ്ട്. അതിൽ അതിപ്പോൾ പറയാൻ പറ്റില്ല. റബ്ബറിൻ്റെ കൃഷി എന്ന് പറഞ്ഞാൽ ഇപ്പം ഓരോരോ കാര്യം എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഞാൻ പോയിട്ടില്ല, എനിക്ക് അറിയത്തില്ല. ഓർമ്മ കഴിച്ചു നോക്കാം. സീഡ് ഇതുകൊണ്ട് പറഞ്ഞു നല്ല കളറൊന്ന് പിടിച്ചു. നല്ല ടേസ്റ്റ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇതൊരു അഡീഷൻ ഫ്രൂട്ടാണ്. കഴിച്ച് ശീലിച്ചു കഴിഞ്ഞാൽ എത്ര ക്യാഷ് മുടക്കിയാണേലും മേടിച്ച് കഴിക്കുന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റമില്ല. അത് കാരണം ചേട്ടന് ആദ്യം എന്താ ഈ ലഹരി പദാർത്ഥങ്ങളൊക്കെ ആദ്യം ഫ്രീ ആയിട്ട് കൊടുക്കുന്ന പോലെ ചേട്ടൻ ഈ അങ്ങനെ പറയുന്നതല്ല കേട്ടോ, ആ രീതിയിൽ ഓർക്കില്ല. ആദ്യം ചേട്ടൻ ഇതിൻ്റെ ടേസ്റ്റ് ആൾക്കാർക്ക് അനുഭവിക്കാനായിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കും. പക്ഷേ ചേട്ടൻ അറിയാതെ ഫ്രീ ആയിട്ട് കൊടുത്താൽ പിന്നെ എത്ര പൈസ കൊടുത്തു കഴിഞ്ഞാലും തിരിച്ചു വരുന്നുള്ള കാര്യം ചേട്ടന് അറിയാം. അത് കാരണമാണ് അല്ലേ ഏടാ? അതുകൊണ്ടല്ല ഈ സാധനം ഇങ്ങനെ ആൾക്കാർക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. ആൾക്കാർ ഇത്രയും കായ ഉണ്ടാകുന്ന സാധനം അറിയാവുന്നതുകൊണ്ട് ഓരോ കൊല്ലം ആൾക്കാരെ ഓരോ കൂട്ടുകാരെ കൂട്ടി അടുത്ത കൊല്ലം നിങ്ങൾ കൂട്ടുകാരെ കൂട്ടി വരും. വേറെ അടുത്ത് പുറത്തൊക്കെ 10-800 രൂപ വരെയാണ് ഒരു കായ്ക്ക്. നമ്മൾ ഫ്രീ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കഴിച്ചു പോകാമല്ലോ. ഈ വിത്ത് കിട്ടൂല്ലോ. മെയിനായിട്ടും ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതിന് കാര്യം വിത്ത് കിട്ടുവാട്ടാ. വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് വിത്ത് കിട്ടിയാലേ എൻ്റെ അത് വിത്ത് കൊണ്ടുപോകാം ആൾക്കാർ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൊടുക്കുന്നത്. അത് ശരിയാ. അപ്പൊ നഴ്സറി ആയിട്ട് മെയിൻ പോയിന്റ് അങ്ങനെ പറയണം. എനിക്ക് എന്റെ വിത്തേ ഇത് അത് നിങ്ങൾ അത് പറയുമ്പോൾ അത് പറയണം. എനിക്ക് എന്റെ വിത്ത് എനിക്ക് നഷ്ടപ്പെട്ടു പോയത്. ഈ എണ്ണത്തിന്റെ വിത്ത് വേറെ കിട്ടിയല്ല. ഈ ഇന്ത്യമാരായ തീവരണേ ഉള്ളൂ. ശ്രീലങ്കയിൽ ഞാൻ കൊണ്ടുവന്ന. അപ്പോൾ ഈ സാധനം വേറെ നമുക്ക് ഞാൻ വേണം ബഡ് ചെയ്ത് ഗ്രാഫ്റ്റ് ചെയ്തൊക്കെ ഉണ്ടാക്കാൻ. മുസാങ്ങിയും മറ്റേ റെപ്രോണും ബ്ലാക്ക് പ്രോണും ഒക്കെ പറയുന്ന പോലെ എനിക്ക് ഇതിന് പേരിട്ട് ഉണ്ടാക്കി പറക്കി എടുക്കണമെങ്കിൽ ഇച്ചിരി ഇത് അടുത്ത തലമുറ കായ്ക്കണം. ഇത് ഞാൻ തൈ കൊടുത്ത ആൾക്കാരുണ്ട്. അവർക്ക് ഇത് 5-ാം കൊല്ലം കായ്ക്കണം. കായ്ച്ചു കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര പേരായി പോകും. എന്നിട്ട് ആൾക്കാർ ഇവിടെ തൈ വരും. അപ്പോൾ എന്നിട്ട് എനിക്ക് 10,000 തൈ ആക്കാൻ വേണ്ടിയാണ് ഇത് നോക്കുന്നത്. 5 കൊല്ലം കൊണ്ട് ഒരു കൊല്ലം 1000 തൈ വെച്ച് ഉണ്ടാക്കുക. 5000 തൈൻ്റെ സ്റ്റോക്ക് വരും. ഒരു ലെയറിന്റെ ചിലപ്പോൾ 2 ഉരുവൊക്കെ വെച്ച് കാണുന്നില്ല. 3-4 ഉണ്ട്. ഇങ്ങനെ പിടിക്കുമ്പോൾ കാണാം. ഇങ്ങനെ 3-4 കാണാറുണ്ട്. ഇരിപ്പുണ്ട്. ഗുരുവിന് വ്യത്യാസമായിട്ട് ഈ ഒരു കായ്ക്കകത്തൊക്കെ ഈ കുരുക്കളിൽ എല്ലാം തന്നെ മുളയ്ക്കുന്നതാണോ? എല്ലാത്തിനും അല്ലേ ഇപ്പോൾ കാണാം. സീഡെല്ലാം എല്ലാം ഫോട്ടോ എടുക്കാം. അതല്ലേ എല്ലാം എടുക്കാം. സിജിയെ ടേസ്റ്റ് നോക്കുന്നില്ലേ? ബുദ്ധിമുട്ടെന്തെങ്കിലും ഇല്ല നല്ല ടേസ്റ്റ് ആട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മൾ വെറും വാക്ക് പറയുന്നതല്ല. വന്നതിന് മാത്രമുള്ള നിങ്ങളൊക്കെ ഞാൻ ഇദ്ദേഹത്തെ പറയാൻ വേണ്ടിയല്ലേ. നമുക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന് അറിയാനാണ് ഞാൻ ചോദിച്ചേ. നിങ്ങളത് ചോദിച്ച് കൂട്ടുകാരൻ നമുക്ക് കൊടുക്കാം. ബിരിയാണിയിലുള്ള പേരങ്ങ് മാറണം. കഴിക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത സാധനമാണെന്നുള്ള തോന്നലേ. ഭാവിയിലേക്ക് ഇത് സാധനം ദുരിയാനും മണമില്ല, ദുരിയാൻ കഴിക്കാൻ ബുദ്ധിമുട്ടില്ല എന്നൊരു തോന്നലിലോട്ട് ഞാൻ 5 കൊല്ലം കൊണ്ട് ആക്കി കൊണ്ടുവരും. ഓരോ കൊല്ലം എൻ്റെ വീട് ഒരു 50 പേര് 60 പേര് കഴിക്കാൻ വരുവാണെങ്കിൽ ഇതിന് ഒരു സ്മെല്ലും ഇല്ല. ഇതാരെ സ്മെല്ലുണ്ടെന്നൊക്കെ പറഞ്ഞു. എനിക്കറിയാമല്ല. എന്നാൽ ഇതിന് ഓവർ മധുരവും ഇല്ല, പുളിയില്ല, ഇതൊന്നുമില്ല. പക്ഷെ ഷുഗർകാർക്ക് കഴിക്കാൻ എന്നാ ഫ്രൂട്ട്സ്. നിങ്ങൾ ഇതുണ്ടോ? കഴിക്കില്ല. ഇത് എന്താ പറയാ, ഈ നെയ്യില്ലേ പശുവിന്റെ ഒക്കെ വെണ്ണ വെണ്ണ പോലെ ഇരിക്കും ഈ സാധനം. ഇതുണ്ടോ? അതേ ടേസ്റ്റ്. ആ വെണ്ണയുടെ ഒരു ടേസ്റ്റ് ഇല്ലേ? പുളിയില്ല, പുളി എന്ന് പറഞ്ഞ സാധനമില്ല. രുചിയൊന്നുമില്ല. ഒരു
ഓവർ മധുരം ചെറു മധുരം, പക്ഷെ നല്ല ടേസ്റ്റ് അത്. എന്തോ കഴിച്ചാലും മടുക്കില്ല. നിങ്ങളാണല്ലോ ഒരു തൈ കൊണ്ട് ഞങ്ങൾ എല്ലാ കൊല്ലം എന്താണ് ഇതിന്റെ ടേസ്റ്റ് പരിശോധിക്കുക. അല്ല, ഒരു തയ്യെ കൊണ്ടേ വെക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമേ തയ്യേ. പക്ഷെ ഏത് ഷുഗറുകാർക്കും കഴിക്കാൻ കേട്ടോ, ഏത് അസുഖമുള്ളൂ. അത് ടേസ്റ്റ് അറിയുന്നതിന് കുഴപ്പമില്ലല്ലോ. ഇത് ഈ നല്ല വെണ്ണ പോലെ ഇരിക്കും. ഒറ്റ ഡിഫക്റ്റ് ഞാൻ കാണുന്നത് ഒരു ശകലം മുഴുത്താന്നുള്ള ഒരു ഡിഫക്റ്റ് മാത്രമേ. അപ്പം നമുക്ക് മുഴുത്ത തൈ കിട്ടും. തൈ നല്ല കരുതായി തയ്യേ. ഇവിടെ ഇനി പൊട്ടിക്കാൻ കുഴപ്പമൊന്നുമില്ല. അവിടെ ഒരെണ്ണം കിട്ടുന്നുണ്ട്. എത്ര 6 രൂപ എത്ര രൂപ കിട്ടും? 2, 4, 6 രൂപയായി. 6, 2, 8, 9 രൂപ ഉണ്ട്. അതൊരു വെറൈറ്റി അല്ല, അത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. വലിയ അതിന്റെ വലിയ പ്ലാവ് പോലെ വലിയ ഇതല്ലേ നേരത്തെ ഏട്ടൻ ഉണ്ടായിരുന്നേ? ഈ ആണല്ലോ. ഇല്ല, എനിക്ക് വേറെ മോങ്തോങ് ഇതൊക്കെ വേറെയാ. അത് മോന്തോങ്ങല്ലേ? മോങ്തോങ് അല്ല, അതന്നെ. അത് ഇത് വേറെ ഇനങ്ങളാ. ഇവിടെ ഉള്ളതല്ലേ? അല്ല, വേറെ പുറത്തുനിന്ന് വന്നാ. അതല്ലേ? പുറത്തുനിന്ന് ഞാൻ നമ്മൾ ഇവിടെ വേറെ കണ്ടെന്നേ. ആൾക്കാർ ഇത് കഴിക്കാൻ വന്നിട്ട് കൊണ്ട് തന്നിട്ട് അതെയോ? അതല്ലേ? ഇത് കഴിക്കാൻ വന്നവരെ ഗിഫ്റ്റ് എടുത്ത് ഇത് പുതിയ ഇനങ്ങൾ അവർ കൊണ്ടുതന്നാ. ഞാൻ ഇവിടെ പഠിക്കട്ടെന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്നത്. അത് നടാലോ? അല്ല, അത് പഠിച്ചു കഴിയുമ്പോൾ അവർ വരും. ഇനി അവർ വരും. ഇനി വരുമ്പോൾ അവരുടെ താങ്കൾ ഞാൻ പൊട്ടിച്ച് ഞാൻ കൊടുക്കാം. മതി മതി. രണ്ടെണ്ണം കഴിച്ചപ്പോഴേ